മെഹ്റാങ്കർ ഫോർട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം അടുത്തതായി യസ്വന്താട കാണാമെന്നാണ് പ്ലാൻ. ഗൂഗിൾ മാപ്പ് അനുസരിച്ച് വളരെ കുറച്ച് ദൂരം മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. കഷ്ടിച്ചൊരു 500-600 മീറ്റർ നടന്നു പോകാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും ഓട്ടോക്കാർ വളരെയധികം നിർബന്ധിക്കുന്നുണ്ട്. ജോധ്പൂരിലെ എല്ലാ സൈറ്റുകളിലും അവർ തന്നെ കൊണ്ടുപോകാമെന്നും അതിനൊരു നിശ്ചിത തുക മാത്രമേ ഈടാക്കുകയുള്ളൂ എന്നുമൊക്കെ പറയുന്നുണ്ട്. എന്നാൽ രാജസ്ഥാനിലെ ഇതിനു മുന്നേ ഉള്ള അനുഭവങ്ങൾ വെച്ചിട്ട് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഇങ്ങനെയുള്ള ഓട്ടോകൾ വിളിക്കുന്നത് ചിലപ്പോൾ ഭയങ്കര പാരയാവാറുണ്ട്. അതുകൊണ്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു. യശ്വന്താടയിലേക്കുള്ള വഴികൾ നിറയും ടാറൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ടെങ്കിലും ഇരുവശവും നിറയും പാറക്കല്ലുകളും ജോധ്പൂരിൻ്റെ തനതായ ആരിഡ് ടോപ്പോഗ്രഫിയും ഒക്കെ കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ മലമുകളിൽ മെഹ്റാങ്കർ ഫോർട്ടും കാണാം. അതൊരു കാഴ്ച തന്നെയാണ്. യശ്വന്താടയുടെ മുന്നിലായി തന്നെ മനോഹരമായ ഒരു തടാകവുമുണ്ട്. തടാകങ്ങൾ സംരക്ഷിക്കുന്നതിൽ രാജസ്ഥാനികൾ മിടുക്കരാണെന്ന് വേണം കരുതാൻ. അവരുടെ ഏതൊരു പ്രധാന നഗരത്തിലും ഏതൊരു പ്രധാന മോണുമെൻറ്റിൻ്റെ അടുത്തായും ആർട്ടിഫിഷ്യലോ നാച്ചുറലോ ആയിട്ടുള്ള ഒരു തടാകമെങ്കിലും കാണും. ഇതാണ് യശ്വന്താട. മർവാറിൻ്റെ താജ്മഹൽ എന്നാണ് യശ്വന്താട അറിയപ്പെടുന്നത്. അങ്ങനെ വിളിക്കുവാൻ ഒരു കാരണവുമുണ്ട്. താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്ന മക്രന മാർബിൾസ് കൊണ്ട് തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ താജ്മഹലിനെ പോലെ തന്നെ ഇതും മരിച്ചുപോയവരുടെ സ്മൃതി മണ്ഡപങ്ങളാണ്. യഥാർത്ഥത്തിൽ 1906 മഹാരാജ സർദാർ സിംഗ് അദ്ദേഹത്തിൻ്റെ പിതാവായ മഹാരാജ ജസ്വന്ത് സിംഗ്ജിക്ക് വേണ്ടിയിട്ടാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ജോധ്പൂരിലെ ബ്ലൂ സിറ്റിയുമായി വളരെയധികം ചേർന്ന് കിടക്കുന്ന യശ്വന്താട രാവിലെ 9:30 സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നത്. 30 രൂപയാണ് ഒരു ഇന്ത്യൻ പൗരന് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. ജോധ്പൂരിലെ ഭരണാധികാരികളുടെ റോയൽ ബുറിയൽ ഗ്രൗണ്ട്, അതായത് ശ്മശാനം നിന്ന സ്ഥലത്താണ് യശ്വന്താട പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു സെനോറ്റാഫായിട്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്, അതായത് സ്മൃതി കുടീരം. മരിച്ചുപോയവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുകയും അവർക്ക് വേണ്ടി പൂജ ചെയ്യുകയും മറ്റു റിലീജിയസായ ചടങ്ങുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്പിരിച്വൽ ഏരിയ കൂടിയാണ് യശ്വന്താട. രാജസ്ഥാനിലെ പല രാജവംശങ്ങളിലും മൺമറഞ്ഞു പോയ പിതാമഹന്മാരെ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകതരം രീതിയുണ്ട്. ഇവിടുത്തെ പ്രധാന സ്മൃതി മണ്ഡപം പണികഴിപ്പിച്ചിരിക്കുന്ന വെള്ള മഖ്രാന മാർബിളിന് കോൺട്രാസ്റ്റ് എന്ന നിലയിലാവാം അങ്ങോട്ടേക്കുള്ള പടവുകളും ചുറ്റുമതിലുമൊക്കെ ആഗ്രയിലെ റെഡ് ഫോർട്ടൊക്കെ പണി കഴിപ്പിച്ചിരിക്കുന്ന രീതിയിൽ ചുവന്ന സാൻഡ് സ്റ്റോണിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ആ കളർ കോൺട്രാസ്റ്റ് തന്നെ ഈ മോണുമെൻറ്റിൻ്റെ ഭംഗി ഒരുപാട് കൂട്ടുന്നുണ്ട്. പുറത്തുനിന്നും അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആചാരങ്ങളും ചടങ്ങുകളും പിതൃപൂജയുമൊക്കെ നടക്കുന്ന നമ്മളുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലുകൾ പോലെയുള്ള ചില പ്രത്യേക സ്ഥലങ്ങളാണ്. രാജസ്ഥാനികൾ പൊതുവെ പൂർവികരുടെ വീരചരിത്രങ്ങളും അവരുടെ ഓർമ്മകളെയുമൊക്കെ പരിപാവനമായി കരുതുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് ചെരുപ്പിട്ട് കടക്കുകയോ ബഹളം വെക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ പാടുള്ളതുമല്ല. ഇപ്പറഞ്ഞ പ്രത്യേകതകൾ കൂടാതെ രാഷ്ട്രീയപരമായ മറ്റൊരു പ്രത്യേകത കൂടി യശ്വന്താടയ്ക്കുണ്ട്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം ഉദ്ഘാടനം ചെയ്ത ആദ്യത്തെ മോണുമെൻ്റ് കൂടിയാണ് യശ്വന്താട. 1906 ഓർക്കണം. ഇന്ത്യ അന്നും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലപ്പോഴും കെട്ടിട നിർമ്മാണ ശൈലിയെ സ്വാധീനിക്കാറുണ്ട്. രാജസ്ഥാനിലെ പല കെട്ടിടങ്ങളിലും ഈ പ്രത്യേകത നമുക്ക് കാണാനും കഴിയും. മുഗൾ രാജവംശവുമായി ഏറ്റവും കൂടുതൽ ഇടപഴകിയിരുന്ന രാജവംശങ്ങളാണ് രാജസ്ഥാനിലേത്. രജപുത്രരുടെ ഒരു വലിയ സഹായത്തോടെയാണ് മുഗൾ രാജവംശം ഇന്ത്യയിൽ നിലനിന്നിരുന്നതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ കെട്ടിടത്തിലുടനീളം മുഗൾ ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രത്യേക സ്വാധീനം നമുക്ക് കാണാനും പറ്റും.
ജോധ്പൂരിൽ ഇനിയും ഏറെ കാഴ്ചകൾ ബാക്കിയാണ്. ഈ ദിവസത്തെ ഒരു പ്രധാന സമയം തന്നെ ഞങ്ങൾ യശ്വന്ത്ഥാടയിൽ ചിലവഴിച്ചു. ഇനി ബാക്കി വിശേഷങ്ങളുമായി, ബാക്കി ജോധ്പൂർ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.